എൻ്റെ പേര് യേശുദാസനാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 40 വർഷമാണ് ആറാലുമുടി വന്നിട്ട്. ഈ ആറാലുമുടി വന്ന ഒരു 40 വർഷത്തിനകത്ത് ഇപ്പോൾ ഒരു 35 വർഷം കൊണ്ട് ഈ ഗോമസ്വാമി എന്ന് പറഞ്ഞ ആളെ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നുള്ളതാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞങ്ങളിവിടെ കണ്ടതും എടുത്ത സംസാരം. അപ്പോൾ അതിനു മുമ്പേ ഇവരിവിടെ അല്ല താമസിച്ചത് പ്ലാവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. ഈ പ്ലാവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് അവിടെ ഒരു അടി നടത്തിയിട്ടാണ് ഇവിടെ വന്നത്. അവിടെ ഒരു സ്ത്രീ അടക്കം 7 പേരെ വെട്ടിയിട്ട് വന്ന ഒരാളാണ്. ഇവിടെ വന്ന അവിടെ കൃഷ്ണൻ എന്നാണ് പേര്. പുള്ളിയുടെ പേര് അവിടെ കൃഷ്ണൻ എന്നാണ്. പുള്ളിയുടെ ഒരു സഹോദരിയുണ്ട്, ഒരു അനിയനുണ്ട്. അച്ഛനൊക്കെ മരിച്ച് അവരൊക്കെ കൂടെയാണ് അവിടെ അടി നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഗോവൻ മണിയൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്ത് ഇവിടെ യൂണിയനിലൊക്കെ ചേർന്നത്. കൂലിപ്പണിക്ക് പോവും, പണിക്ക് യൂണിയനിൽ ആറാലുമുടി മാർക്കറ്റിൽ യൂണിയനിൽ ചേർന്ന് ഇവിടെ ഒരു വീട് വെച്ച് ഈ ആറാലുമുടി ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്ന ഒരു 25 മീറ്ററിനപ്പുറം ആ വീട് സ്ഥലം ഇപ്പം കാണിച്ചു തരാം. അവിടെ വന്ന് അവർ വീട് വെച്ച് താമസിച്ച് അത് കഴിഞ്ഞിട്ട് അവരൊരു മോഹം മരിച്ചു വീടിൻ്റെ ഫ്രണ്ടിൽ അടക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മതപ്രകാരമാണ് അവർ അടക്കിയെങ്കിലും അത് ഭസ്മവും കൂളത്തിലയും ഇട്ട് പൂളൊക്കെ ഇട്ടാണ് അടക്കി കല്ലറ പോലെ കെട്ടി അവിടെ മാർബിളൊക്കെ ഇട്ട് മൂടി. അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് യൂണിയനിൽ ഇരുന്നുകൊണ്ട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആശ്രമം പോലെ കെട്ടി ഒരു ഓടിട്ട കൂര ഒറ്റ റൂമായിട്ട് വിശ്രമ സ്ഥലം എന്ന് പറഞ്ഞു അവിടെ കെട്ടി അവിടെ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവിടെ അവസാനം എന്തോ കാരണവശാലും തർക്കമായി അവിടെ ഒരു മുത്തുമണി സ്വാമിക്ക് എന്ന് പറഞ്ഞ സ്ഥലം വിറ്റിട്ടാണ് ഇവിടെ വന്ന് ചെറിയ ഒരു ക്ഷേത്രം പോലെ അവർ വീട്ടിടയിൽ ഒരു ലളിത എന്ന് പറഞ്ഞ ഒരാളെ വസ്തു വാങ്ങിച്ച് വയലിൽ ഈ ആറാലുമുടി വീട് വെച്ചിട്ട് ഈ താഴെ കാവുള എന്ന് പറഞ്ഞ സ്ഥലത്ത് വയൽ വാങ്ങിച്ച് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പണി ചെയ്തു. അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചെറിയ കാര്യമായിട്ട് സ്വന്തമായിട്ട് തന്നെ തിരിത്തിപ്പും വിളക്കത്തിപ്പും കാര്യങ്ങളാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു വലിയ ക്ഷേത്രം പണിയാൻ കരുതി അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിറ്റുകൊണ്ടുവന്ന കാശും ഇവിടുത്തെ നാട്ടുകാരുടെ കാശുകളെല്ലാം കൂടി സ്വരൂപിച്ചാണ് ആ ഒരു വലിയ ക്ഷേത്രം പണിയത്. 2014 അത് പ്രതിഷ്ഠയായിട്ടുണ്ട്. ആ പ്രതിഷ്ഠയായി 1.5 വർഷം നാട്ടുകാരെ വെച്ച് സഹകരിച്ച് വെച്ചിട്ട് പിന്നെ ഈ മക്കളും ഭാര്യയും എല്ലാം കൂടി നാട്ടുകാരെ അടുപ്പിക്കില്ല. അവർ സ്വന്തം കോവിലെന്നും പറഞ്ഞ് അംഗീകരിച്ച് ഈ കോവിൽ ഇപ്പോൾ ഒരു ചെറിയ വഴിയുള്ള ഈ വയലിൽ പോകാൻ അവിടെ മുകളിൽ നിന്ന് ഈ ചാനലിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് പോകാൻ ബാബു എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ സ്ഥലം കൊടുത്ത് വഴിമുക്കിലൊരു മുസ്ലിം റോഡ് വെട്ട സ്ഥലം കൊടുത്ത് കോവിലേക്ക് സ്ഥലം എടുത്ത് അത് കഴിഞ്ഞ് ഈ ബാബു എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ അളിയൻ ഫോറസ്റ്റ് ജോലിയുടെ ചന്ദ്രബാബു ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി സ്ഥലം കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളെ മുനിസിപ്പാലിറ്റി ചെയർമാൻ SS ജയകുമാർ അവർ സ്ഥലം കൊടുത്തു. എല്ലാം ചെയ്ത് റോഡെല്ലാം വെട്ടി കോവിലിൻ്റെ പരിസരത്ത് ആയപ്പോൾ പിന്നെ ആർക്കും വേണ്ട അവരെ സ്വന്തം സ്ഥലം. ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, എല്ലാം കോവിലർക്ക് ജാതി ഭേദം ഇല്ലാതെ എല്ലാവരും കൊടുത്ത് അങ്ങനെ ചെയ്താണ് ഇത് വന്നത്. ഇവിടെ ഈ സ്ഥലം വിൽക്കാൻ ഈ വീട് ആറാലുമുടിയുള്ള വീട് വിൽക്കാൻ കയറി സ്വന്തം മോൻ്റെ കല്ലറ വെട്ടി തന്തയും മക്കളും ഭാര്യയും കൂടി വെട്ടി പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ വീടും വസ്തുവും വിറ്റിട്ടാണ് വയലിൽ അവർ താമസമായത്. ഇത് ഇപ്പം ഈ സുഖലാടുന്ന ഒരു മനുഷ്യന് നേരെ കണ്ണിൽ കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ എന്തൊരു ഉദ്ദേശത്താണ് കോവിൽ 2 കരുക്ക് ജപിച്ച് കുടിച്ചിട്ട് വന്നതും വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചെന്നും പിന്നെ BP ഷുഗറിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് ചെന്ന് സമാധി ഇരുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ അന്നം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അങ്ങനെക്ക് നേരെ കാഴ്ചയില്ല, എഴിച്ച് നടക്കാൻ പറ്റൂല. അത് അവരോട് ഇങ്ങനെ സമാധി പറഞ്ഞ് ചെന്നിരുന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേന്ന് രാജസേന എന്ന് പറഞ്ഞ ഒരു പയ്യൻ പറയാണ്, ഒരു മകൻ, 2ാമത്തെ മകൻ. അവൻ വെളിയിൽ ചെന്നൊന്നും പഠിച്ചതല്ല, അവിടെ പഠിച്ച് അച്ഛൻ്റെ ഇതുകൊണ്ട് എന്താണ് അവിടെ വേറെ കോവിൽ ഈ വലിയ കോവിൽ വെച്ചെങ്കിലും 1 കിലോമീറ്ററിനകത്ത് 4 ശിവൻകോലുണ്ട്. എല്ലാ ഈ 3 ക്ഷേത്രത്തിലും രാവിലെ വൈകുന്നേരം പൂജയുണ്ട്. ഈ ക്ഷേത്രത്തിൽ രാത്രി 12ക്ക് ശേഷമാണ് വിളക്കത്തിപ്പ്. ഇപ്പം നാട്ടുകാർക്കൊന്നും വേണ്ട, അവരെ ക്ഷേത്രം അവർ തന്നെ വെച്ച് പ്രവർത്തിക്കട്ടെ. ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊട്ടടുത്ത് ഞാൻ ഒരു 250 മീറ്റർ വ്യത്യാസത്തിൽ ഞാൻ താമസിക്കുകയാണ്. എൻ്റെ അടുത്ത് എന്നെ അറിഞ്ഞുകൊണ്ടെന്നാണ് ഈ രാജസേന എന്ന് പറഞ്ഞ എൻ്റെ മോൻ്റെ സേനൻ്റെ കല്യാണം എന്ന് പറഞ്ഞത് ഈ അമരളത്തെ മണ്ഡപത്തിൽ വെച്ചായിരുന്നു കല്യാണം. ദേവിക രാടിച്ചേർത്ത് വെച്ചാണ് കല്യാണം. അവിടെ ഞാൻ കല്യാണത്തിന് പോയവനാണ്. അതിൽ അന്നത്തെ വീഡിയോയിലുണ്ട്. അവനും അവൻ്റെ ചേട്ടനും അവൻ്റെ അമ്മയും പറയണത് എന്നെ അറിഞ്ഞുകൂടാന്ന്. അത് പച്ച കള്ളമല്ലേ. ഈ തൊട്ടടുത്ത് താമസിക്കുന്ന കോവിൽ വയ്ക്കാൻ കയറി പിരിവിന് പോയതും എടുത്തതും എല്ലാ കാര്യത്തിനും കൂടെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതൊന്നും പൈസ പിടിക്കാൻ പോയപ്പോഴൊക്കെ എന്നെ അറിഞ്ഞുകൂടി. ഉത്സവത്തിന് പൈസ പിടിക്കാൻ പോയപ്പോഴൊക്കെ കൂടെ പറഞ്ഞ് എന്നെ അറിഞ്ഞുകൊടുന്നൊരു ലോക പച്ച കള്ളല്ലേ. തിരിച്ച് 2ാമത്തെ മോൻ പറയുന്ന കയറി ചമ്മണംകോട്ടി ഇരുന്ന് കൈ സമാധിയായിട്ട് പോയെന്ന്. അത് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ. പിന്നെ അമ്മ പറയണേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കണമെന്ന്. അതെല്ലാം പച്ചക്കള്ളല്ലേ. ഞങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത്. അങ്ങനെ കാണാനില്ലാന്ന് അല്ലാതെ തന്നെ കൊടുത്തു. അത് നേരെ ഷെഡിൽ കൊടുത്ത് വെള്ളിയാഴ്ച രാവിലെ വന്നപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു, ഗോവൻ സ്വാമി സമാധിയെന്ന്. ഞാൻ ഗോവൻ ചേട്ടനെ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ കൂടെ പണിക്കുന്നു എന്നെ തമ്പീനെ വിളിച്ചിട്ടുള്ളൂ. 35 വർഷം കൊണ്ട് എനിക്ക് ഞാനായിട്ട് അത്ര ബന്ധമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തിനകത്ത് വെച്ച് അവർ ബന്ധമില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞില്ല. ഇതിനിടയ്ക്ക് 1 വർഷത്തേക്ക് മുമ്പേ കാലിൽ കുപ്പിയോട് കൊണ്ട് 2ാമത്തെ മോൻ ഇതിലെ ബൈക്കിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ റോഡിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ വീട്ടിൽ പോകണം. എൻ്റെ വീട്ടിൽ പോകാം. ഈ 6 വീട്ടിൽ നിന്ന് കിടക്കുന്ന ഫ്രണ്ടിൽ കൂടെ തടത്താണ്. ഞാൻ പോയപ്പോൾ എവിടെ പോകണമെന്ന് ആശുപത്രി പോകണമെന്ന് കൈ കാണിച്ച് അങ്ങനെ പോയ ഒരു വ്യക്തി ഇപ്പോഴും പിന്നെ സമാധി ഇരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ സമാധി ഇരുന്ന് 5 കൊല്ലത്തേക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് മൂടിയെന്ന് പറയണത്. സമാധി കല്ലെടുത്ത് വെച്ചെന്നുണ്ട്. ഈ 5 വർഷത്തേക്ക് മുമ്പേ എന്തെങ്കിലും ഒരു പത്രത്തിൽ 5 വർഷത്തേക്ക് മുമ്പ് ഒരു പത്രം വായിക്കുമ്പോൾ ഡേറ്റ് വയ്ക്കുമല്ലോ, അത് വയ്ക്കുമല്ലോ. അതിൽ അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ടോ?
ഇല്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അവിടെ അന്ന് കോവിലേക്ക് എടുത്തിട്ട് കല്ലിനാണ് അന്ന് നാഗരിക്ക് ഇപ്പം സമാധി ഇരുന്നെന്ന് പറഞ്ഞ സ്ഥലം അന്ന് നാഗരിക്ക് എന്ന് പറഞ്ഞ് വെച്ച സ്ഥലമാണ്. നാഗര് വെക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്ഥലം കുറഞ്ഞു വന്നപ്പം ഈ ഫോറസ്റ്റ് ജോലിയുള്ള ബാലേന്ദ്രൻ എന്ന് പറയുന്നവനാണ് സ്ഥലം കൊടുത്ത 1 സെന്റ് സ്ഥലം നാഗരിക. അതാണ് ഇപ്പൊ റോഡ് സൈഡിലിരിക്കുന്നത്. കോവിലിൽ നിന്ന് മാറി ഒരു 10-75 മീറ്റർ മാറി ഒരു നാഗരിക്കുന്ന ഒരാൾ ഫ്രീ ആയിട്ട് 1 സെന്റ് സ്ഥലം കൊടുത്താണ്. പൈസക്ക് കൊടുത്ത സ്ഥലമല്ല. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് ഇവര് അവിടെ സമാധി എന്ന് പറഞ്ഞാൽ ആരും ഈ അന്നം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. പിന്നെ അങ്ങനെ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനികളും അടിയുണ്ടാക്കാൻ നോക്കി. മുസ്ലിം തിരുവാതികളാണ് മറ്റാണ്. ഇവിടെ ആരുമില്ല, ഇവിടെ നാട്ടുകാരാണ്. ഞങ്ങൾ ഈ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പണ്ട് ഈ പറഞ്ഞ പാർട്ടി എന്ന് വെച്ചാൽ ഇവിടെ ആറലൂടെ ഒരു തീവപ്പ് കേസ് വ്യത്യാസത്തിലും പ്രതിയാണ് ഇങ്ങേര്, ഈ ഗോസ്വാമി എന്ന് പറഞ്ഞ ആള്. അങ്ങേരിക്ക് വേണ്ടിയാലും ഞാൻ ജാമ്യം എടുക്കാൻ കയറിയ കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ അറിഞ്ഞുകൂടുന്ന ഈ ഭാര്യയും മക്കളും പറഞ്ഞത് ലോകത്ത് പച്ചക്കള്ളമല്ലേ. എനിക്കിന്ന് അങ്ങേരെ ഈ മരിച്ചെന്ന് സങ്കടമുണ്ട്. പക്ഷെ ഇതെന്നാലും പറയാതിരിക്കാൻ നോക്കില്ല. കാര്യം എന്ന് വെച്ചാൽ എന്നെ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അറിയാം, അവർക്ക് അറിയുന്നുള്ള ആരാണ്? ഈ അറിയുന്നുള്ള ഒരാളെ വ്യക്തിയായിട്ട് അവർ പറയട്ടെ. അപ്പൊ നാട്ടുകാർ അറിഞ്ഞൂടെ, ഈ സ്വന്തം അടുത്ത് താമസിക്കുന്നത് എന്നെ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇവരൊക്കെ അറിയാന്നുള്ളത്? അപ്പൊ ഈ പറഞ്ഞ ഈ മക്കളും ഭാര്യയും പറഞ്ഞ പച്ചക്കള്ളമല്ലേ. എന്നെ അന്ന് മുതൽ ഞങ്ങൾ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് അന്ന് തൊട്ട് എന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സന്തോഷമുള്ളൂ. അവർ ശപിക്കുന്നവർ ആയുസ് കൂടെ ഉള്ളൂ എനിക്ക്. അത് ബഹുമാനപ്പെട്ട കോടതി ഇതിനൊരു പരിഹാരം കണ്ട് ഇതിനെ ചെയ്ത് എന്തായാലും ഇതിന് സത്യം പുറത്തു വരണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ആരും ഒരു മക്കളുമാരും ഒരു അച്ഛനെ സമാധി എന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുന്നു. ന്യായമായ രീതിയിൽ സമാധി ഇരുത്തിട്ട് ഞങ്ങൾ സപ്പോർട്ട്. ഇതിപ്പോ ഞങ്ങൾ ഒരു 5 വീട്ടുകാർ അറിയിച്ച് ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുമായിരുന്നല്ല. ഈ സമാധി പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ. ഇത് അച്ഛൻ സമാധി ഇരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നതല്ലേ, അതിന്റെ അടുത്ത് താമസിക്കുന്നത് വിശംബരം കൊണ്ടാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് വേറെ 3-4 വീട്ടുകാർ താമസിക്കുന്നത്. ഒരു വാക്ക് അച്ഛൻ സമാധിരിക്കാൻ പോകുന്നു ഒരു വാക്ക് ഞങ്ങൾ പറയാത്തുണ്ട്. അല്ല, അച്ഛൻ പറഞ്ഞാൽ ഇത്തിരി സ്നേഹം എന്നാ അറിയാന്നുള്ള ഇവിടെ നാട്ടുകാർ പോയിട്ട് അങ്ങനെ ഗോപസ്വാമി ഗോപമണി എന്ന് പറഞ്ഞാൽ ആള് യാശ്വാസമായിട്ട് ഒരു ബന്ധമില്ല പരിചയമില്ലെന്ന് ഒരു ജനങ്ങൾ പറയുമോ? ഒരു കുഞ്ഞ് പറയുമോ? പറയില്ലല്ലോ. 35 വർഷമായിട്ടുള്ള ബന്ധവും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ആളാണ്. ഞാൻ പ്രവർത്തിച്ച് സ്നേഹമായിട്ടിരുന്നതാണ്. എന്നെ തമ്പിന്ന് വിളിക്കുന്നതാണ്. ഞാൻ ചേട്ടാന്ന് വിളിച്ചിട്ടുള്ള ആളാണ്. അവർ സ്വന്തം കോവിൽ പോറ്റിയാൽ ശരി, പോറ്റിയെങ്കിൽ പോറ്റി തന്നെ. അപ്പൊ ഇവന്റെ ഇളം മകൻ രാജസേനം പണ്ട് എന്നോട് പറഞ്ഞു 5 കൊല്ലത്തേക്ക് മുമ്പ് എനിക്ക് ദേവസ്വം ബോർഡിൽ പണി 5 ഒരു 6-7 വർഷത്തേക്ക് മുമ്പ് ദേവസ്വം ബോർഡിൽ പണി കിട്ടി. ഞാൻ കൊട്ടാരക്കര ഗണപതി കോവിലിൽ ആണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് നല്ല കാര്യം. നമ്മുടെ നാട്ടിലൊരു പയ്യന് സാറേ ദേവസ്വം ബോർഡിൽ പണി കിട്ടിയത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എത്ര മണിക്ക് ഇവിടുന്ന് പോകും? അത് ഞാൻ രാവിലെ 5 മണിക്ക് കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോകും. തിരിച്ച് അവിടുത്തെ പൂജയും കഴിഞ്ഞ് 9 മണിക്ക് ഞാൻ തിരിച്ചിവിടെ വരും. ഏത് വണ്ടി പോണ നേട്ടം അവൻ ചോദിച്ചാൽ ബൈക്കിലാണ്. ബൈക്കിൽ പോയിട്ട് വരാൻ ആക്കോ ഗണപതി കോവില് കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞത്. അത് പച്ചക്കള്ളല്ലേ പറഞ്ഞത്. ആ പേര് പറഞ്ഞില്ല അവൻ പെണ്ണ് കിട്ടിയത്. ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ല അവന്റെ പെണ്ണ് കിട്ടി. അന്ന് അവന്റെ ഭാര്യ ആൾക്കാർ വീട് കാണാൻ വന്ന് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ ഭാര്യ ആൾക്കാർ അതിനുശേഷം ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ഈ ഗോപസ്വാമി മരിച്ചെന്ന് പറഞ്ഞ് സമാധിരുന്നിട്ടുണ്ട്. ഈ സെക്കൻഡ് വരെ അവന്റെ ഭാര്യ ആൾക്കാർ അവിടെ വന്നിട്ടില്ല. അപ്പൊ അത്ര ബന്ധം, അത്ര സ്നേഹബന്ധമുള്ള വീടാണ് ആണെന്ന് നോക്കണം. മരുമള ബന്ധുക്കാർ അച്ഛനെ അമ്മയെ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. സ്വന്തം അനിയൻ സ്വാമി എന്ന് പറഞ്ഞ ആളാ അനിയൻ ആരും മക്കളാരും വന്നില്ല. അങ്ങനെ അനിയൻ മരിച്ച് സഹോദരി മക്കളാരും വന്നിട്ടില്ല. അത് മാത്രം ചിന്തിച്ചാൽ ചാനലുകാരായാലും ആരായാലും ഇത് ചിന്തിക്കേണ്ട ഒറ്റ വാക്കാണ്. സ്നേഹവും ബന്ധവും ഉണ്ടെങ്കിൽ എല്ലായിടത്തും കാണും. ഇത് ഒന്നുമില്ലാതെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് വെളിയിൽ അറിഞ്ഞ അച്ഛൻ പറഞ്ഞത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മോശം കിട്ടില്ല. എന്താണ് മോശം കിട്ടില്ല? സമാധിരിക്കുന്നവരെല്ലാം മോശം കിട്ടാത്ത ആളാണ്. ഇവർ വേറെ കോവിലൊന്നും വേറെ പോയി ഒരു കോവിലിൽ പ്രതിഷ്ഠയായിട്ട് അല്ലെങ്കിൽ ഒരു കോവിലിൽ ചെന്ന് പൂജാരിയായിട്ട് ഇരുന്നവരല്ല ഇവര്. ഇവിടെ സ്വന്തം കോവിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. സ്വന്തമായിട്ട് ഒരു ആള് ഇങ്ങനെ കോവിൽ നടത്തുകയും എടുക്കുകയും ചെയ്യണം സന്തോഷമുള്ളൂ. ഈ ക്ഷേത്രത്തിനടുത്ത് ഞാൻ നിൽക്കുന്ന തൊട്ട് പ്രാവശ്യം 200 മീറ്റർ അപ്പുറത്തൊരു ചിറയക്കുളം എന്ന് പറഞ്ഞ ഒരു ശിവൻകോലുണ്ട്. ഈ റോഡിന്റെ വല സൈഡ് തുടിക്കുടന്ന ശിവൻകോലുണ്ട്. അത് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാതിര ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് കൈതട്ടുന്ന ഒരു ശിവൻകോലുണ്ട്. അവിടെ 2 പ്രാവശ്യം രാവിലെ വൈകുന്നേരം വിളക്കെത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ എല്ലാ 1-ാം തീയതിയും തിരുവാതിരയ്ക്കും ആയില്യത്തിനും ചൊവ്വയും വെള്ളിയും അവിടെ നടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് ചിറയക്കുളത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ശിവൻകോലിൽ ഡെയിലി രാവിലെ വിളക്കെത്തിക്കുന്നത്. ഈ പറഞ്ഞ ഗോസ്വാമിയുടെ കോവിൽ രാത്രി 12:30-ക്ക് ശേഷം 1 മണിക്കകത്ത് ഞാൻ വിളക്കെത്തിക്കുന്നത്. അവിടെ വേറെ ആരും ഇല്ല, ഒരാളെ അടുപ്പിക്കില്ല. അവിടെ വേണ്ട, ഞങ്ങൾ അടുപ്പിക്കണ്ട. ഞങ്ങൾക്ക് വേറെ തുടങ്ങി ഈ ക്ഷേത്രത്തിൽ അപ്പുറം വേറെ ഉണ്ട്. പക്ഷെ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് വന്ന് ഈ ബോഡി ആളെ ഉണ്ടോ ഇല്ലയോ വേറെ എന്തെങ്കിലും മറവ് ചെയ്തോ ഇല്ല ഞങ്ങൾ കാണാനില്ലാതാണ് ഞാൻ അടക്കം പരാതി കൊടുത്തിട്ടുള്ളൂ നേരത്തെ. അപ്പൊ ഇത് ഇപ്പം സത്യത്തും വെളിയിൽ വന്നു. അത് നമുക്ക് അതിലൊരു പൂർണ്ണ സന്തോഷം. ബഹുമാനപ്പെട്ട കോടതിയും നേരത്തെങ്കിലും DSP സർക്കിൾ SI അവിടെ നിന്ന് വന്നതും ബാക്കിയുള്ള ഷട്ടർ വന്ന എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ഇതിനെ സത്യം പുറത്തു കൊണ്ടുവന്നതിൽ നാട്ടുകാർക്ക് വളരെ സന്തോഷം. 100 മാർക്കിന് സന്തോഷമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സമാധി എന്ന് പറഞ്ഞാൽ ആരും ഇരുത്തരുത്. കാര്യം എന്ന് വെച്ചാൽ നാളെ ഇതിൽ പുറത്ത് വന്നില്ലെങ്കിൽ നാളെ ഇതേ ചെയ്യും. സമാധി ഇരുന്നെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ടത് അവിടെ ഇരുത്തിയെന്ന് പറഞ്ഞ് കാണിച്ചിട്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. തൊട്ടടുത്ത് താമസിക്കുന്നത് ഞങ്ങൾ 5 വീട്ടുകാർ അറിയിക്കുന്നുണ്ട്, അറിയിച്ചില്ല. ഈ ഒഴിക്കാൻ വയ്യാതെ മലവും മൂത്രവും കട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നേരെ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ സമാധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ പച്ച കള്ളല്ലേ ഇവർ പറഞ്ഞത്.
അത് ജീവനോടെ കൊണ്ടുവച്ചോ ഇല്ലാതെ കൊണ്ടുവച്ചോ എല്ലാം പോസ്റ്റ് മാർക്കത്തിൽ അറിയും. അപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് ബാക്കി മറുപടി കൊടുക്കും. ആര് എന്ത് ചാനൽ വന്നാലും ഇതേ തന്നെ ആദ്യം മുതൽ അവസാനമുള്ള ചരിത്രം ഞാൻ പറയും.